Rolling. Action. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. WMO കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിലെ ബെല്ലം പോഡ്കാസ്റ്റ് നടത്തുന്ന പാനൽ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ എന്ത് സംസാരിക്കണമെന്നത് വലിയൊരു ചോദ്യമായി മാറിയപ്പോൾ ഫിലിമിനെ പറ്റി അല്ലെങ്കിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ സിനിമയെ പറ്റി അല്ലെങ്കിൽ സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി ചർച്ച ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്തത്. നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് സിനിമ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും സിനിമ എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും ഒരു കൂട്ടായ്മയാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, കഥ എഴുതാൻ പറ്റുന്നവർ, ഇത് ചെയ്യുന്നവരുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നവരുണ്ട്, ഫിലിം ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാ കലകളുടെയും ഒരു പ്രതിരൂപമാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് വരുമ്പം സിനിമ ഒരു റിയാലിറ്റി, സിനിമയിലുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഇടയിൽ ഞാനൊരിക്കലും ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഇത് കണ്ട് കോട്ട് ഒരു കുറച്ച് കുട്ടികൾ കർണാടകയിലെ കുറച്ച് കുട്ടികൾ ആണ് ലക്കി ഭാസ്കറൊക്കെ കണ്ടിട്ട് ഭയങ്കര ആവേശം കൊണ്ടിട്ട് സ്കൂളിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുള്ളൂ മക്കളെന്നാക്കി സ്കൂളിൽ നിന്ന് ഇറങ്ങി മതിലയാടി ബോംബെയിലൊക്കെ പോയി പൈസക്കാരാവാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സിനിമ വലിയ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഞങ്ങളെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചാനലിൽ ഞാനിങ്ങനെ ഒരു അബദ്ധത്തിലല്ല, എൻ്റെ ഒരു വ്യൂ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. തട്ടത്തിനും അറിയത്തും ക്ലാസ്മേറ്റ് മൂവിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ കോളേജിലേക്ക് വരുന്നത്. പക്ഷേ ആ പോഡ്കാസ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണ് അത് എൻ്റെ മാത്രം തോന്നലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. കാരണം അതിൽ വന്ന കമൻസൊക്കെ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. പിന്നെ കോളേജിൽ കയറുമ്പോൾ എല്ലാവരും അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മാത്രം ഒരു വ്യൂ മാത്രം. കാരണം എല്ലാവരും പല രീതിയിൽ സിനിമയെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലക്കി ഭാസ്കർ കണ്ടിട്ട് പൈസക്കാരാവാൻ, അതൊക്കെ ചെറിയ മക്കളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായത് എന്നെ പറ്റി ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്മയ്യ കമൽ, സെക്കൻഡ് ഇയർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. ഇപ്പം ഈ ലക്കി ഭാസ്കർ മൂവി കണ്ടിട്ട് കുട്ടികൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയും പൈസക്കാരാവാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്തൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിനോട് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഏകദേശം പേരും അത് കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു റാൻഡം വീഡിയോയാണ്. അതിനകത്ത് ഒരു ടീച്ചർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. അതായത് ടീച്ചർ വെക്കേഷൻ സമയത്ത് ഒരു ട്രിപ്പ് പോവുകയും അതിൻ്റെ ഭാഗമായി കുട്ടികളുടെ അടുത്ത് വന്ന് ഇതിൻ്റെ ഈ എക്സ്പീരിയൻസ് ഷെയറിങ് ചെയ്യുന്ന സമയത്ത് ആ പോയ സ്ഥലങ്ങളെ പറ്റി വളരെ ഭംഗിയായി ടീച്ചർ അവരുടെ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇത് കേട്ട് 2-3 കുട്ടികൾ അത് കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പറയാതെ ഇവർ ആ ഒരു സ്ഥലത്തേക്ക് ടൂർ പോയി. ഈ കേട്ടറിഞ്ഞ കാര്യം വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവർ ടൂർ പോയി. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഇൻസിഡൻറ്റ്, ഇപ്പം നിഹാല് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് തമ്മിൽ ഭയങ്കര സിമിലാരിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് രണ്ടിനും ഒരു മീഡിയ ഉണ്ടായിരുന്നു. അവർക്ക് ആ ഒരു സ്ഥലത്തെ പറ്റി അറിയാൻ ഒരു മീഡിയ ഉണ്ട്. പക്ഷെ ആ മീഡിയ അല്ല അവിടുത്തെ മോട്ടീവ്. ഇവർക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞ ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി കുട്ടികളിൽ എങ്ങനെയാണ് അവർക്ക് എവിടെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വരായികൾ എന്തായിരിക്കുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇവരെ ഇതുപോലെയുള്ള മീഡിയം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഫിംഗർ ടിപ്സിലാണ് അവർക്കുള്ള ഇൻഫർമേഷൻസും ഈ പറയുന്ന വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഈ മീഡിയ ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊന്നും അറിയാതെ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വരായികൾ എന്താണെന്ന് കുട്ടികളെ അറിയിച്ചു കൊടുക്കുക എന്നല്ലാതെ ഒരിക്കലും ഈ ഫിലിമൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇതിനൊരു സൊല്യൂഷനാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് ശരിക്കും സിനിമകൾ പല കാറ്റഗറിയിലും പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിങ്ങനെ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെക്കന്മാരൊക്കെ കൂടിയിട്ട് നല്ല ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ രാത്രി പടത്തിന് കാണാൻ പോവുക. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഫ്രീ കിട്ടുന്നുണ്ട്. അതെല്ലാ പടമില്ല, ചില നമുക്ക് ഫീൽ ഗുഡ് മൂവീസ് എല്ലാം കാണുമ്പോൾ. പക്ഷേ ഈ ചില സിനിമകളൊക്കെ കണ്ടിരുന്നില്ല. ഈ ചില സിനിമകൾ കണ്ടാൽ നമുക്ക് ആ ഏരിയനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്ന പോലെ ഉണ്ട്. ഈ ഇന്ന സ്ഥലത്തിന് ഷൂട്ട് ചെയ്ത സിനിമ കണ്ടാൽ അവിടെയുള്ള കൾച്ചർ, അതുപോലെ ഭക്ഷണം, അതുപോലെ ജീവിതശൈലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ചില സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഫിലിം വെച്ചാൽ അപ്പോൾ ഹനീബയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹനീബ് എറണാകുളത്ത് കൊച്ചിയിലുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് ലഹരി ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ ഡ്രസ്സ് അങ്ങനത്തെ. പക്ഷേ ഓരോ സിനിമേൻ്റെ മോട്ടോ വേറെ ആണെങ്കിലും പക്ഷേ അതിൽ ആളുകൾ ഫേസ് ചെയ്തത് രീതി ഇങ്ങനെയാണ്, ഡ്രഗ്സ്. അപ്പോൾ ജനങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നവരൊക്കെ വിചാരിക്കുക എറണാകുളത്തുള്ള ആളുകൾ ഇങ്ങനത്തെ ആളുകളാണ്. പക്ഷെ ഇതിനൊക്കെ പറ്റിയിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ
സിനിമാ ലോകത്തിലെ യാഥാർത്ഥ്യവും അതിലുള്ള അഭിനയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സിനിമാ മേഖലയെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പലപ്പോഴും ചില വായനകളിലൂടെയും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അറിവുകളാണ് സിനിമ എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായി എനിക്കുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഫിലിം അല്ലെങ്കിൽ സിനിമ എന്നതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഓഡിയൻസിനെ, മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമം വളരെ കൃത്യമായി ഇന്ന് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ നിഹാൽ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്തെ ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള ചിത്രീകരണങ്ങളും ഫിലിമുകളും പുറത്തിറക്കുമ്പോൾ അവിടെയുള്ള ഒരു കൾച്ചർ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും സിനിമാ ലോകങ്ങൾ മാറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പുതുതലമുറയിലെ ആളുകളോട് ഫിലിമിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഫിലിം എന്നത് അതൊരു കലയുടെ ഭാഗമാണ്. ആ കലാകാരൻ്റെ ചിന്തയിൽ ഉദിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ വരികളിൽ കുറിച്ചിടാൻ കഴിയുന്ന ഒരു കഥയെ അത് ചിത്രീകരണ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിന് പലപ്പോഴും പുതിയ തലമുറകൾ, നേരത്തെ ഇവിടെ ആമുഖമായി നിഹാൽ പറഞ്ഞതുപോലെ, ഏതെങ്കിലുമൊക്കെ ഒരു നിസ്സാരങ്ങൾ കണ്ടുകൊണ്ട് അതാണ് ക്യാമ്പസ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന പലരുമുണ്ട്. ചിലപ്പോൾ സിനിമയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അത് പലതവണയും പല രൂപത്തിലും മറ്റു പലരെയും സ്വാധീനിച്ച് ആ മോഡലിലുള്ള കൊലപാതകങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള കൊള്ളയടികൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി ഈ സിനിമ നൽകുന്ന ഒരു വലിയ പ്രശ്നം, ഇവിടെ നിഹാൽ ചോദിച്ച ചോദ്യത്തിൽ ഒതുങ്ങിയെന്ന് ഞാൻ പറയാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഫിലിമുകൾ ഇറക്കുമ്പോൾ വെറുപ്പിൻ്റെ സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ചില ഫിലിമുകളിൽ കാണിക്കുന്ന അവരുടെ വേഷങ്ങൾ അല്ലെങ്കിൽ മതപരമായ ഒരു മതം മറ്റൊരു മതത്തെ അടിച്ചമർത്തുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചിത്രീകരണങ്ങൾ, അത് പലപ്പോഴും സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ ചിന്തകളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ പേര് മുഹമ്മദ് സബീൽ. ഞാൻ 2ാം വർഷ MSW PG വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സ്ഥലത്തിൻ്റെ കാര്യമല്ല ചോദിച്ചാൽ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ഒരാൾ വന്നിട്ട് എന്താ സുഹൃത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ ഓഡിയൻസിന് ഓക്കെ ആവില്ല. തൃശ്ശൂരുള്ള ഒരാളാണെങ്കിൽ എന്തുണ്ട് പരിപാടി അങ്ങനെ തന്നെ ചോദിക്കണം. ഇപ്പോൾ പാലക്കാടുള്ള ഒരാളാണെങ്കിൽ എന്താണ്ട് ഉണ്ണിയെ എന്ന് ചോദിക്കണം. നമ്മളതാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ സിനിമയുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഒരു സ്റ്റീരിയോ ടൈപ്പാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം എങ്ങനെയാണോ നമ്മുടെ മലയാള സിനിമ ഇത്രയും കാലം ഫോളോ ചെയ്ത് വരുന്നത്, അതന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. കാരണം തൃശ്ശൂരുള്ള ഒരാൾക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഓക്കെ ആവില്ല. പിന്നെ കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൽ 2 അഭിപ്രായമുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം എടുത്തു, കൊച്ചിയിലെ കാര്യം എടുത്തു, നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഡ്രഗ്സ്, മദ്യം, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ എടുത്ത് കാണിക്കുന്നുള്ളൂ. അവിടെ നല്ല കാര്യങ്ങളുണ്ട്, ആർട്സ് ഉണ്ട്, അതായത് എഴുത്തുകാരുടെ കുറേ കാര്യങ്ങൾ, അതായത് പറയുകയാണെങ്കിൽ കുറേ കലാകാരന്മാരും പിന്നെ അതുപോലെ കുറേ ആർട്ടുമുള്ളൊരു സ്ഥലമാണ് എറണാകുളം, ബേസിക്കലി കൊച്ചി എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ അതാരും ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്താ, അവിടുത്തെ നെഗറ്റീവായിട്ട് എന്തൊക്കെ ഉണ്ടോ. നെഗറ്റീവ് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ല എന്നല്ല. ഈ വന്ന വർഷത്ത് 25,000 കോടിയുടെ ഡ്രഗ് എങ്ങാണ്ടാണ് അവിടുന്ന് എടുത്തത്. പക്ഷെ അത് ഓക്കെയാണ്. പക്ഷെ ഒരു മൂവിയുടെ സംബന്ധിച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ മൂവിക്ക് പല ടൈപ്പ് ഉണ്ട്. മനസ്സിലായി, ഈ ബെന്യാമിൻ്റെ ആടുജീവിതം ഇറങ്ങിയത് കൊണ്ട് പിന്നെ ഈ അറേബ്യൻ കൺട്രിയിലെ ആളുകൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ആളുകൾ അറിയാൻ പറ്റി. അതൊക്കെ സിനിമയ്ക്ക് 2 തലങ്ങളുണ്ടല്ലോ. പക്ഷേ അതുപോലെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ പല സിനിമകളും. പിന്നെ ഇപ്പോൾ ഈ വെട്ടം സിനിമകളൊക്കെ എല്ലാവരും കണ്ടതാണോ? വെട്ടം ഇറങ്ങിയ കാലത്ത് അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ടക്കീസിനൊക്കെ ഭയങ്കര ഫ്ലോപ്പ്. ആരെങ്കിലും വിശ്വസിക്കുമോ? അന്നേരം ആളുകൾക്ക് അത് കൊണ്ട് ഈ കാലം തെറ്റിയ വരുന്ന സിനിമ എന്ന് പറയുന്നുണ്ടല്ലോ, കാലം തെറ്റിയത് കൊണ്ടാണ് വിജയിക്കാൻ. അപ്പോൾ ഇതിനെ പറ്റി എങ്ങനെയാണ് സാറ് വ്യൂ ചെയ്യുന്നത്? ഹലോ, ആദ്യം തന്നെ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ്
മാസ് കമ്മ്യൂണിക്കേഷന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് സിനിമയും യാഥാർത്ഥ്യവും, മൂവി ആൻഡ് റിയാലിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. സിനിമയും റിയാലിറ്റിയും വളരെയേറെ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ചില സിനിമകൾ യാഥാർത്ഥ്യവുമായിട്ട് കുറേ കണക്റ്റഡ് ആയിരിക്കും, ചില സിനിമകൾക്ക് യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുമെങ്കിലും കുറച്ച് വിദൂരമായിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സിനിമയിലൂടെ കാണുക, അതുപോലെ തന്നെ നമ്മളിതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമയിലൂടെ നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. രാജ് ബി ഷെട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കാം. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിനിമയും യാഥാർത്ഥ്യവും. 2 തരത്തിലാണ് ആളുകൾ സിനിമ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നമ്മളിതുവരെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ചെറിയ പരിചയമൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, അതിനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് ആളുകൾ സിനിമ കാണുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ് അത്തരത്തിലുള്ളത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് കുറേ കൂടെ മാറുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതായത് ഇപ്പം സയൻറ്റിഫിക് ഫിക്ഷൻ സിനിമകളുണ്ടാവും, അതേപോലെ തന്നെ ഹൊറർ സിനിമകളുണ്ടാകും. അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് കുറേ കൂടെ മാറുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഹൈ ആണ് കിട്ടുന്നത്, ഒരു 2 മണിക്കൂർ എല്ലാം മറന്നുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നു. അപ്പം 2 തരത്തിലുള്ള സിനിമകളാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ചോദിച്ച കാര്യം കാലം തെറ്റിയ സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരുപാട് സിനിമകൾ അത്തരത്തിൽ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നു, ആളുകൾ അത് സ്വീകരിക്കുന്നു, അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. അത് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സിനിമയാണ്, മലയാള സിനിമയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള സിനിമയാണ് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ. അതും ഇറങ്ങിയ സമയത്ത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു സിനിമ മേക്കിംഗ് ആയിരുന്നു. അതിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ കേൾക്കാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ആളുകൾ അത് സ്വീകരിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഒരുപാട് സിനിമകളുണ്ട്. ആട് OTT-യിലാണത് ഹിറ്റായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാറ്റത്തെ ആളുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മെല്ലെ മെല്ലെയാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. പക്ഷേ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവോടുകൂടെ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിൽ ആളുകൾ കൂടുതൽ സിനിമകൾ കാണാൻ തുടങ്ങി, പ്രേക്ഷകരുടെ ടേസ്റ്റ് മാറാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഏത് തരത്തിലുള്ള സിനിമയും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ മലയാളി വ്യൂവേഴ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം കുറേ സിനിമകൾ പൊളിറ്റിക്കൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ സിനിമക്ക് ഓരോ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ ചില സിനിമകൾക്ക് പ്രൊപ്പഗണ്ടയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, സിനിമയാണല്ലോ, അപ്പം അതിൻ്റേതായ ചില മോട്ടോകളുണ്ട്. അപ്പോൾ ചില സിനിമകൾക്ക് ചില പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്. ചില സിനിമകൾ പറയുന്നത് ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ, ചില സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ പോലെ സിനിമയാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തി. കാരണം ഏറ്റവും പെട്ടെന്ന് ആളുകളിലേക്ക് സ്വാധീനിക്കുന്ന മീഡിയയാണ് പൊളിറ്റിക്സ്. അപ്പോൾ അതിനെങ്ങനെയാണ് റസ്താൻ കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റിഷ്താൻ. ഞാൻ D3 മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. അപ്പം സിനിമയിൽ പൊളിറ്റിക്സ് ഉണ്ടോ ചോദിച്ചാൽ നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് വെട്ട്, കൊല, പോകുന്നു, കൊല്ലുന്നു, ഫുള്ള് അക്രമം, വയലൻസ്, ആ ഒരു രീതിയിലുള്ള പൊളിറ്റിക്സ് ആണ്. പക്ഷേ ഇതിനുപരിയായിട്ട് സിനിമകളിൽ നല്ല രീതിയിലുള്ള പൊളിറ്റിക്സ് ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യൂന്, ജനഗണമന എന്നീ സിനിമ. ക്യൂനിലൊക്കെ ഒരു ഡയറക്ടറുടെ പൊളിറ്റിക്സാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതായത് തെറ്റ് ചെയ്യുന്നതിനെ വിരൽ ചൂണ്ടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയത്തോടുള്ള ചോദ്യം ഒരു യൂത്തിന് ഉണ്ടാക്കി കൊടുക്കാനും അതായത് ഇപ്പോൾ പല സിനിമകളിലൂടെയും പറ്റുന്നുണ്ട്. ഇപ്പം
പല 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 ഇപ്പം ക്യാമ്പസിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മെക്സിക്കൻ അപാരതം എന്ന് പറഞ്ഞ സിനിമ പല യൂത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക് ഇറങ്ങാനുള്ളൊരു ത്വര അത് കൂടി വരുന്നത് ഇത്തരം സിനിമകളിലൂടെയാണ്. പാർട്ടികൾ അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നും നല്ലതാണ്, പക്ഷേ സിനിമകളിൽ കൂടെ അതിൻ്റെ നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അതായത് തല്ലല് കൊല്ലല് അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ആദ്യമേ കാണിച്ചു തന്നതും ഇതേ സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളിലൊക്കെ നായകന്മാർ മാറുന്നില്ല, ശ്രദ്ധിച്ചെന്ന് അറിയില്ല, പക്ഷേ നായികമാർ മാറുന്നില്ല. പുതിയ നായികന്മാരാണ് കൂടുതലും സിനിമകളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ നായകന്മാർ പഴയത് തന്നെ അധികം ഉണ്ടാവില്ല. അതിന് സ്ത്രീകൾക്ക് സിനിമയിൽ ഒരു സ്പേസ് കൊടുക്കാത്തത് ഞാൻ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ചില സിനിമകളൊക്കെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ரொம்ப വിവാദമായിട്ടുണ്ടായിരുന്നു സ്ത്രീ കഥാപാത്രങ്ങളില്ലാത്ത. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ഒരു സ്പേസ് കിട്ടാത്തത്? വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. കാരണം ഈയിടെ ഞാനിപ്പോൾ റീസെൻ്റ്ലി പാർവതി തിരുവോത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായപ്പോൾ പാർവതി തിരുവോത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി, നമുക്കിവിടെ എത്ര നയൻതാരന്മാരുണ്ട് എന്നുള്ളത്. എത്ര നയൻതാരന്മാരുണ്ട്? ഒരൊറ്റ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വലിയ പദവികളിൽ കൊണ്ടുവരുന്നത് ഒരൊറ്റ നയൻതാരയേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് കുറേ നയൻതാരന്മാരെ പോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതേപോലത്തെ ലേഡീസിനെ നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് അറ്റ് എ ടൈം നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് കുറച്ച് പുറകോട്ടേക്ക് എടുത്താൽ ഒരേ സമയം തന്നെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാള സിനിമയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി വിഭാഗവും, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നാൽ പൃഥ്വിരാജ്, ജയസൂര്യ ആ ഒരു കാറ്റഗറി പെടുന്നതും, പിന്നെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നാൽ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഷെയ്നികം പോലുള്ള അങ്ങനത്തെ നായകന്മാരുടെ നിരയും വരുമ്പോൾ അതേസമയം ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സ്റ്റാറുകൾ, ആക്ട്രസ് വളരെ കുറവാണ്. കാരണം പണ്ടത്തെ ഒരു നിലവിൽ ഇവിടെ ഫോളോ ചെയ്തു വരുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, സ്ത്രീക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, പക്ഷേ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു വിജയത്തിന് എന്തിൻ്റെ അത്യാവശ്യമുണ്ട്, ഒരു സ്ത്രീയെ വേണം എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു കുറേ പഴയകാല സിനിമകളിൽ. അപ്പോൾ എങ്ങനെ നിർബന്ധാവസ്ഥതയിലും ഒരു നായകൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു നായിക, ഒരു റോളും ഉണ്ടാവില്ല, പക്ഷേ എന്ത് വേണം, ഓരോ നായകനും മാച്ച് ആവുന്ന ഒരു നായിക അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധാവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് അതിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന നടിമാരൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ വന്നതിന് ശേഷമാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നത്. അന്ന് അവിടെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കൊണ്ട് ആ മാറ്റങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് അതേ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നല്ല അതായത് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ആക്ട്രസിനെ നമുക്ക് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടും. പിന്നെ ഇതൊരു പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന മലയാളത്തിൽ എന്തുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർസ് ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പം ആകെ ഒരു നയൻതാര മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ വേറെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സിസ്റ്റൻസ് ഇല്ല എന്ന്, അതായത് പ്രൊലോങ് ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പല സിനിമ നടികളും പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പരമാവധി കല്യാണം കഴിക്കുന്നത് വരെ അവർക്കിവിടെ നിൽക്കാൻ പറ്റുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, പക്ഷെ അത് വലിയ വ്യത്യാസമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും സിനിമകൾ ഉണ്ടാക്കുന്നത് പുരുഷ നോട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മെയിൽ ഗേസാണ് അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നതൊക്കെ ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള സ്ത്രീകളെ കാണിക്കുന്നതിലൂടെ ആ ആൺനോട്ടം അതിൻ്റെ ഒരു പ്രോത്സാഹനം കിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സിനിമ നടികളോ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇൻ്റർനാഷണൽ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ആഞ്ചലീന ജോളി, അതേപോലെ തന്നെ
ജൂലിയ റോബർട്ട്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സിനിമയാണെന്ന് പറയുമ്പോഴേക്ക് ആളുകൾ കയറുന്ന ഒരു പ്രവണതയുണ്ട്. കാഴ്ചക്കാരെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ലേഡീസ് എന്നെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് കാണാൻ ആഗ്രഹം മാറി വരുന്ന മുഞ്ചുള്ള നടിമാരെ ആയിരിക്കും എന്നാണ് സാർ ഉദ്ദേശിച്ചത്. യെസ്, അവിടെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ മിസ് പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ട് അവിടെ. അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും പുരുഷ കഥാപാത്രത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കുത്തുവിളക്കായിട്ടാണ്, പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല, ഒരു കുത്തുവിളക്കായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. ഈ സിനിമകളൊക്കെ വരുമ്പോൾ റിയാലിറ്റിയുമായിട്ട് വലിയ ബന്ധമുണ്ടോ? നമ്മൾ ടോപ്പിക് തന്നെ അതാണല്ലോ, സിനിമ വേഴ്സസ് റിയാലിറ്റി. ചില റിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ ആയിട്ട് മാറുന്നുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സൊക്കെ നടന്ന കാര്യമാണ്, അതാണ് സിനിമയായിട്ട് മാറുന്നത്. പിന്നെ ഈ ഹോബ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ പുറയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണല്ലോ സിനിമയൊക്കെ തന്നെ. അപ്പോൾ ഈ ശരിക്കും സിനിമയും റിയാലിറ്റിയും തമ്മിൽ വലിയ അന്തരമുണ്ടോ? നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ, മാസ് കമ്മ്യൂണിക്കേഷൻ 3rd ഇയർ വിദ്യാർത്ഥിയാണ്. നിഹാൽ ചോദിച്ചതുപോലെ സിനിമയും റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സിനിമകൾ റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ട്, പക്ഷേ ചില സിനിമകൾ റിയാലിറ്റി ബന്ധമില്ല. ബന്ധമില്ലാത്ത സിനിമകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ പട്ടണത്തിൽ ഭൂതം നടന്നത്, ആ സിനിമയിൽ നടന്നത് ഒരു കുപ്പി തുറന്ന് ഭൂതം വരുന്നു, നമ്മൾ മനസ്സിൽ വെച്ച് ആ ഭൂതം നമ്മുടെ മുമ്പിൽ വരുന്നു, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അതേപോലെ കുട്ടിച്ചാത്തൻ സിനിമ, അതേപോലെ പിന്നെ അങ്ങനെ പല സിനിമകളും റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത കുറേ സിനിമകളുണ്ട്. പക്ഷേ ജീവിതം സിനിമയാക്കിയ ഒരുപാട് കഥകളുമുണ്ട്. ഉദാഹരണത്തിന് ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം, അതേപോലെ ആട് ജീവിതം, പിന്നെ 2018, ഇതൊക്കെ റിയാലിറ്റി ആയിട്ട് നമ്മൾ ബന്ധമുള്ള സിനിമകളുമാണ്. സിനിമകളിൽ രണ്ടുമുണ്ട്, റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്തതും ബന്ധമുള്ള സിനിമകളുമുണ്ട്. അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാതെ സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിനിമയും റിയാലിറ്റിയും പരസ്പര പൂരകങ്ങളായിട്ടാണുള്ളത്. ഇപ്പം പറഞ്ഞ ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന സിനിമ ശരിയാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് പോസിബിൾ അല്ല. പക്ഷേ ആ സിനിമയിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതായത് പണ്ട് കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെയും നന്മയും തിന്മയും എന്ന രണ്ടൊരു കൺസെപ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനുള്ളൊരു പ്രവണത ആ സിനിമകളിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ പവിത്രം പോലുള്ള സിനിമകൾ, മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ എടുക്കുമ്പോൾ അതിൽ ആധുനികതയിലേക്ക് കടന്നു ചെല്ലുന്ന പുതിയ കാലഘട്ടത്തിലെ കുട്ടിയും തൻ്റെ മകളെ, അതായത് അനിയത്തിയാണെങ്കിലും മകളെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മോഹൻലാലിനെയും കാണിക്കുന്നുണ്ട്. അതിൽ അവസാനം ആ കുട്ടി തിരിച്ചറിയുന്നുണ്ട്, നമ്മൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, അത് ഒരുപാട് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്ന് ആ കുട്ടി തിരിച്ചറിയുന്ന ഒരു മെസ്സേജ് കിട്ടാറുണ്ട്. പക്ഷെ ഇന്നത്തെ സിനിമകൾ കൂടുതലും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയലൻസ് ആണ് കാണിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ബന്ധങ്ങളെ കാണിക്കാൻ നിന്നതുകൊണ്ടോ പോസിറ്റീവ് സൈഡ് കാണിക്കാൻ നിന്നതുകൊണ്ടോ ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റ് ആവുന്നില്ല. നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, അത് വെച്ചിട്ടാണ് സിനിമകളെ കൂടുതലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം വളരെയധികം പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ ചിലപ്പോൾ സിനിമ വിജയിക്കണം എന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു യുവതലമുറയുടെ ആവേശം, അതാണ് സിനിമയെ കൂടുതൽ വിജയിപ്പിക്കാൻ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വയലൻസ് കാണിക്കുക, നല്ല ഫൈറ്റൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കൊക്കെ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ അത് കാണാനുള്ള ഒരു എനർജി ഉണ്ടാവുന്നു. അങ്ങനെ ഒത്തിരി സിനിമകൾ വിജയിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പം മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളെ മാറ്റി നിർത്തി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ എടുത്താലും അത് റിയാലിറ്റിയോട്, അത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ നടന്ന കഥകൾ തന്നെയായിരിക്കും. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഇന്ന ഒരു ട്രൂ സ്റ്റോറി എന്നൊരു കോട്ട് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ അത് ട്രൂ തന്നെയായിരിക്കും. ഇനി നേരത്തെ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, വുമൻ എന്തുകൊണ്ട് സൂപ്പർ ഹീറോസിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയിൽ ക്ലൈമാക്സിലോട്ട് വരുമ്പം നായിക ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നായിക ഒരു വലിയ ഫൈറ്റ് നടത്തിയതിനെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് അങ്ങനെ സാധിച്ചിട്ടില്ല. കാരണം ഒരു നായിക ബാത്റൂമിൽ ഇരുന്ന് ആക്ഷൻ പഠിച്ചു വന്നിട്ട് പെട്ടെന്ന് ഒരു ഫാക്ടറിയിലേക്ക് കയറി ചെന്ന് വില്ലന്മാരെ എല്ലാം അടിച്ചു പിടിച്ചു എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ അതേസമയം തന്നെ പഴയകാല സിനിമകളിലാണെങ്കിലും കാണാം, എന്തൊക്കെ തകരാറ് വന്നാലും ചിലപ്പോൾ കാല് പോയാലും ശരി, നായകൻ വന്നിട്ട് സൂപ്പർ ഹീറോയിസം കാണിക്കുമ്പം നമ്മൾ കൈയടിച്ചിരുന്നു. പക്ഷേ നായികയ്ക്ക് കൈയടിക്കാൻ നമുക്ക് പറ്റില്ല. നായിക സൂപ്പർ ഹീറോയിസം കാണിച്ചപ്പോൾ അത് പോസിബിൾ അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പം ഒരു നയൻതാര ഉണ്ടായി വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നായികമാരെ ഇറക്കിയിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നയൻതാരയും നമ്മുടെ മരിച്ചുപോയ ശ്രീദേവി അവരൊക്കെ സൂപ്പർ ഹീറോസ് ആയിട്ട് വന്നത്. അന്ന് ബോൾഡ് ക്യാരക്ടറാണോ അവരെടുത്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവർ ചൂസ് ചെയ്ത ബോൾഡ് ക്യാരക്ടറിന്റെ എണ്ണം വളരെ കുറവായിരിക്കും.
കൂടുതലും അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ സാറ് പറഞ്ഞ പോലെ കുത്തുവിളക്കായിട്ട് പുറത്ത് നിൽക്കാനുള്ള റോളുകളായിരിക്കും. അപ്പം ഇത്തരം സാഹചര്യങ്ങളും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലൊരു തടയണയായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കിയാൽ ജനങ്ങളുടെ മറ്റേ പൃഥ്വിരാജിൻ്റെ സിനിമ ചോദ്യം ചോദിക്കുന്നതൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ഈ ഇപ്പോൾ ഏതെങ്കിലും പട്ടീനെ തല്ലിക്കൊല്ലുകയാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കും. ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ ലൈഫായിട്ട് പിന്നെ ഈ സിനിമകൾ സ്വാധീനിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഖൽഫാൻ, 3ാം വർഷ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ ടെമ്പററി എസ്കേപ്പ് ഫ്രം റിയാലിറ്റി എന്നാണ്. നമ്മളെ റിയൽ ലൈഫ് ഗുഡ് ഡിസിഷൻസിന് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഏതൊരു കാര്യം പോലെ തന്നെ സിനിമയ്ക്ക് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നെഗറ്റീവ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി കണക്ട് ആയ കാര്യം നമ്മൾ തീവണ്ടി സിനിമ ഉണ്ട്. തീവണ്ടി സിനിമ കണ്ടിട്ട് എനിക്ക് പേപ്പർ ചുറ്റി വലിക്കാൻ തോന്നുന്ന ആ ഒരു സംഭവം. അതേപോലെ തന്നെ സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമ ഉണ്ട്, ചിന്ത കൊലക്കേസ് അങ്ങനെ എന്തോ ഉണ്ട്. ആ സിനിമയിൽ ഇങ്ങനെ ചിന്താമണി കൊലക്കേസ്, അതിലുള്ള പോലെ കൊലപാതകം ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് പനമരം എടുത്ത് കുറച്ച് സൂചിപ്പാറ കൊണ്ടിടുക, അതുപോലൊക്കെ നമുക്കൊരു മോട്ടീവ് ഉണ്ട് ഇത് ചെയ്യാനുള്ള. ഇപ്പോൾ പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ ജേക്കബിൻ്റെ സ്വർഗരാജ്യം പോലത്തെ സിനിമകൾ കണ്ടിട്ട് അതിന് നമുക്ക് പോസിറ്റീവ് വശങ്ങൾ എടുക്കാം. ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് പോസിറ്റീവാണ് പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവാണ് നെഗറ്റീവ് എടുക്കാം. അതിൽ ഒരു കമൻറ്റ് അപ്പോൾ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആർട്ട് ഫോം മാത്രമല്ല. അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത് സിനിമ അതിൻ്റെ ഒരു ബിഗിനിങ് ടൈമിൽ വലിയ ഇൻഫ്ലുവൻസിങ് ഒന്നും ഇല്ലാത്ത കേവലം ഒരു കലാരൂപമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തായിരിക്കാം, എനിക്ക് തോന്നുന്നു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ ഫ്രഞ്ച് ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ആർട്ട് ഈസ് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്നത്, കലയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത്. അപ്പം സിനിമ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഫിലിം മേക്കേഴ്സ് പറയുന്നൊരു കാര്യമാണ് കലയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സിനിമ വെറും കല മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ടൂള് കൂടെയാണ്. ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന ഒരു മാസ് മീഡിയ കൂടിയാണ് സിനിമ. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് തെറ്റായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ തെറ്റായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിൽ എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു, അഞ്ചക്കള്ളക്കൊക്കാരൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. വയലൻസ് ആയിരുന്നു അതിൽ മെയിനായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത്. പണ്ടൊക്കെ ഒരു വയലൻസ് സീന് കാണുന്ന സമയത്ത് ആളുകൾ കണ്ണടയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുമായിരുന്നു, ചെവി പൊത്തുമായിരുന്നു. പക്ഷേ ഒരു വയലൻസ് സീൻ, ഒരു ആണി വെച്ചിട്ട് ഒരാളുടെ തല അടിച്ച് പൊട്ടിക്കുന്നത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ തൊട്ടിപ്പുറത്തിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന ആൾ കൈയടിക്കുകയാണ്, ആവേശം കൊള്ളുകയാണ്. അപ്പോൾ ഞാനത് പേടിച്ചു അത് കണ്ടിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നൊരു സംഗതിയില്ല, അതാണ് നമുക്ക് എമ്പതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വയലൻസ് കാണുന്നതിലൂടെ സ്വാഭാവികമായിട്ടും ആ മിറർ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കുറയുകയും ആളുടെ എമ്പതി കുറയാനും സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ, മാർക്കോ പോലെയുള്ള സിനിമകൾ വയലൻസ് മാത്രം USP ആക്കിയിട്ട് ഇറക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള സ്വാധീനം ഇവിടെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വേറെ സിനിമ എന്ന് പറയുന്നത് സിനിമ ഉണ്ടാക്കുന്നത് പലതരം കാറ്റഗറിയിലെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ചില സിനിമകൾ അവാർഡ് പടം എന്ന് പറയുന്നുണ്ട്, ചില പടം ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിലിം പലതരം കാറ്റഗറിയിലെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പിന്നെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വർഷങ്ങൾ പോകുന്തോറും സിനിമയുടെ രൂപത്തിലോ അല്ലെങ്കിൽ സിനിമയുടെ മോട്ടോയിലോ വല്ല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടോ? നമസ്കാരം. ചോദ്യം ഇതായിരുന്നു, കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കോലം മാറുന്നുണ്ടോ എന്നായിരുന്നു അല്ലേ? ഇപ്പോൾ നമ്മുടെ മുൻകാലങ്ങളിൽ പ്രിയദർശൻ പോലുള്ള ഒരു സംവിധായകൻ്റെ പടം നമ്മൾ കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വെട്ടം എന്ന് പറയുന്നതൊരു കോമഡി പടമാണ്. എന്നിരുന്നാൽ പോലും നമ്മളൊരു പാലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ നമ്മൾ ആ ഒരു പടത്തിൽ കാണാമായിരുന്നു. നമ്മൾ പാലക്കാടിൻ്റെ എല്ലാ മേഖലയിലുള്ള വയലും അമ്പലങ്ങളും അവിടുത്തെ കൾച്ചറൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മുടെ സിനിമ ഒരുപാട് മുമ്പോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ആവേശം
പോലുള്ള പടം, ആവേശം, KGF, മാർക്കോ പോലുള്ള പടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആവേശം എന്ന് പറയുമ്പോൾ ആവേശം എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. കുറച്ചും കൂടി യുവാക്കളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ളൊരു പടമാണ് ആവേശം. അതുപോലെ KGFിലേക്ക് വരികയാണെങ്കിൽ KGFിൽ തന്നെ കംപ്ലീറ്റ് വയലൻസ് ആണ്. പക്ഷേ വയലൻസിനപ്പുറം അവിടെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു കാർഗിൽ ഗോൾഡ് ഫീൽഡിലെ ഒരു കഥയായിട്ടാണ് KGF വന്നത്. പക്ഷേ അതിന് ആളുകൾ സ്വീകരിച്ച രീതി തീർത്തും വ്യത്യസ്തമായിട്ടാണ്. അതായത് അതിലെ വയലൻസും അതിലെ മാസ് ഡയലോഗുകളും. ഇപ്പോൾ നമുക്കറിയാം, ഈ കോളേജുകളിൽ തന്നെ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നു, ഈ KGF പോലുള്ള പടങ്ങളിലെ മാസ് BGM കുത്തിക്കയറ്റി വലിയ വീഡിയോ ആക്കി പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ചിട്ട് കോലം മാറുകയല്ല, അതായത് നാട് ഓടുന്ന സമയത്ത് നമ്മൾ നടുവേ ഓടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കോലം മാറുന്നില്ല എന്ന് എനിക്ക് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉദാഹരണത്തിന് പണ്ടത്തെ ഒരു സുരേഷ് ഗോപി സിനിമ എടുത്താൽ ഒരു ഡയലോഗുണ്ട്, മോഹൻ തോമസിന്റെ ഉത്തിഷ്ടവും അമേദ്യവും 4 നേരം വെട്ടുവഴി നിന്നെ പോലുള്ള ആഭാസന്മാർക്ക് ആ പേര് ചേരൂ. ആ ഡയലോഗിന്റെ ഡെപ്ത്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര മോശമാണെന്നും എത്ര ആഭാസനാണെന്നും കാണിക്കാൻ ആ ഒരു ഡയലോഗ് മതി. അതിന്റെ ഡെപ്ത് അത്രയാണ്. അപ്പൊ അത്രയും മോശം ക്യാരക്ടറുള്ള ഒരാളുടെ മുന്നിൽ പോയി നമുക്ക് ഈ ഡയലോഗ് പറയാൻ പറ്റും. അന്ന് കാലത്ത് ആ ഡയലോഗുകൾ ഹിറ്റായിരുന്നെങ്കിൽ ഇന്ന് ഹിറ്റാവുന്നത് ഏതെങ്കിലും ഒരുത്തനെ അടിച്ചിട്ടല്ല, അവൻ അടിച്ച 10 പേരും ഗുണ്ടകളായിരുന്നു എന്ന് പറയുന്നതാണ്. പക്ഷെ ആ ഡയലോഗിന്റെ ഡെപ്ത് എന്താണ്? ഈ 2 ഡയലോഗുകൾ തമ്മിൽ മാത്രം എടുത്താൽ മതി കാലം മാറുന്നതനുസരിച്ച് സിനിമയുടെ കോലം എത്രമാത്രം ഏത് നിലവാരത്തിലേക്കാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തല്ലുമാല പോലുള്ള സിനിമകളും ഹിറ്റായി വന്നിട്ടുണ്ടാവുക. മാം, ഒരു കാര്യം കൂടെ അതിൽ പറഞ്ഞോട്ടെ. സാറ് പറഞ്ഞു കാലം മാറുന്നതിനനുസരിച്ചിട്ട് സിനിമകളല്ല ആക്ച്വലി മാറുന്നത്. സിനിമകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിൻ്റെ ഉള്ളിലെ ടെക്നോളജിയാണ് മാറുന്നത്. പണ്ട് വിനയൻ അതിശയം എന്ന് പറഞ്ഞ മൂവി ഇറക്കി. ഇപ്പോഴാണ് AI ഉപയോഗിച്ചിട്ട് രേഖാചിത്രത്തിൽ മമ്മൂക്കാനെ റീപ്ലേസ് ചെയ്തത്. പക്ഷേ വിനയന്റെ സിനിമകളിൽ നമുക്ക് ആനിമേഷനൊക്കെ ആയിട്ട് മമ്മൂക്കനെയും ലാലേട്ടനൊക്കെ കാണാൻ പറ്റും. ശരിക്കും അതിൽ മമ്മൂക്കയും ലാലേട്ടനൊന്നും ഉണ്ടാവില്ല. പക്ഷെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ അതിൽ ആനിമേറ്റഡ് ആയിട്ടൊന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്, നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ടെക്നോളജി മാറിയപ്പോൾ അത് AI എന്ന ഒരു മീഡിയത്തിലേക്ക് മാറി. പണ്ടത് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഒരു കൺസെപ്റ്റില് മൂവി നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന മൂവികൾ പണ്ടും ഭയങ്കര എന്താ പറയുക അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ടെക്നോളജിയുടെ കുറവായിരുന്നു നമ്മളന്ന് കുറച്ച് ബാക്കിലേക്ക് നിന്നിരുന്നത്. ഇപ്പോൾ രേഖചിത്രം എന്ന് പറഞ്ഞ മൂവി കണ്ടവർക്ക് അറിയാം, പഴയൊരു മൂവി എടുത്ത് അതിൽ നിന്നൊരു ക്രൈം ഉണ്ടാക്കി, അങ്ങനെയാണ് ആ മൂവിയുടെ സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ അപ്ഡേഷൻസ് ഉണ്ട്, അത് ടെക്നോളജിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അപ്ഡേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കാനൊക്കെ എടുത്ത് പുറത്തു വരേണ്ട സമയമായി. കാരണം അവരൊക്കെ കുറെ കാലം മുന്നുള്ളതാണ്. അപ്പോൾ അപ്ഡേഷൻ അല്ല, ടെക്നോളജിയിൽ ഉണ്ടായ ഇമ്പ്രൂവ്മെന്റ് ആണ് സിനിമയ്ക്ക് ഒന്നുകൂടെ, നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മാർക്കോ അങ്ങനത്തെ മൂവീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും ആക്ച്വലി പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ ഡയറക്ടർമാർ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ഡയറക്ടർ സ്വന്തം പൊളിറ്റിക്സോ അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങളോ അല്ല. ശരിക്കും അത് ഓരോ സിനിമകൾക്ക് ഓരോ സന്ദേശമാണ് ഉണ്ടാകുക. അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പോൾ ഓരോ സിനിമകൾ ഇറക്കുമ്പോൾ, ഇപ്പോൾ ഹോം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ആ സ്വന്തം ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് അതിൽ കോമൺ ആയിട്ട് ചെറിയ ഒരു കഥ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആടുജീവിതമൊക്കെ ഇറങ്ങിയപ്പോൾ അറബ് കൺട്രികളിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയിട്ട് ആ സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ദൃശ്യ സിനിമ ഇറങ്ങിയ പോലെ ചില ഇടങ്ങളിൽ ദൃശ്യം പോലെ തന്നെ കൊലപാതകം നടന്നെന്നുള്ള മറ്റ് ഒരുപാട് ന്യൂസുകൾ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ സിനിമകൾ ശരിക്കും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവിടെ നിഹാദ് സൂചിപ്പിച്ചതുപോലെ ചില സിനിമകളൊക്കെ ചില ചരിത്രങ്ങളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള, സമൂഹത്തിലേക്ക് ആ കാര്യത്തെ ഒരു ബോധവൽക്കരണം നടത്താനുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയ അപകടകരമായ പല സന്ദേശങ്ങളുമാണ് സിനിമകൾ നൽകുന്നത് എന്നാണ് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. എൻ്റെ കാരണം ലഹരിയുടെ ഉപയോഗങ്ങൾ, അതുപോലെ കൊലയും കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ പല നീക്കുപോക്കുകൾക്കും പല പുതിയ തലമുറകൾക്ക് സന്ദേശം സിനിമയിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല.
ആ രീതിയിലേക്കുള്ള സന്ദേശങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുതിർന്ന വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ റാഗിങ് ചെയ്തതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്കൊക്കെ ഒരു പുതിയ തലമുറകൾക്ക് പലപ്പോഴും ടെൻഡൻസികൾ ഉണ്ടായിട്ടുള്ളത് സിനിമകളിലെ ചിത്രീകരണങ്ങൾ വഴിവെച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിലെ അത്തരത്തിൽ അസാംസ്കാരികതകൾ നല്ല രീതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ഓർക്കുന്നത് ഒരു ആവേശം എന്നോ മറ്റോ പേരുള്ള ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലുള്ള ഒരു ഗാനം ഞാനത് കൃത്യമായി കേട്ടിട്ടുണ്ട്. മാതാപിതാക്കളുടെ മാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ വരികൾ തുടങ്ങുന്നത്. ഇനി മാതാപിതാക്കൾ ഞങ്ങളോടൊന്നും പറയരുത്, ഞങ്ങൾക്ക് എന്താണ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത് എന്നാണ് അതിലുള്ള ഒരു വരി. ഉന്നം മറന്നൊരു പോക്ക്. ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ മാതാപിതാക്കൾ വരരുത്, രക്ഷിതാക്കൾ വരരുത്, അധ്യാപകർ വരരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് സന്ദേശങ്ങൾ പോകുന്ന കാലത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ചയിലും തൃശ്ശൂരിൽ മുഹമ്മദ് എന്ന് പറയുന്ന 24-കാരൻ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. ഇത്തരത്തിലുള്ള പല സന്ദേശങ്ങളും പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് സിനിമകളിലൂടെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഒരു കാര്യം ആഡ് ഓൺ ചെയ്യേണ്ടായിരുന്നു സാറ്, സോങ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോങ്ങുകളുടെ ലിറിക്സുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 രീതിയിലുള്ള ലിറിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം വേടനെ പോലെ റാപ്പ് കൾച്ചർ ഇപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യാവുന്നതുകൊണ്ടാണ് ഞാൻ റാപ്പ് പറയുന്നത്. വേടനെ പോലെ ഒരു റാപ്പറുടെ വരികളൊക്കെ ഹൈലി പൊളിറ്റിക്കലാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറയുന്ന വരികൾ, അല്ലെങ്കിൽ ഞാൻ പാലനല്ല പുലിയനല്ല എന്ന് പറയുന്ന വരികളൊക്കെ ഹൈലി പൊളിറ്റിക്കലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസിയാണ് ഈ പുതിയ തലമുറയെ ക്രിട്ടിസൈസ് ചെയ്യുക. പുതിയ തലമുറയുള്ളവർ അങ്ങനെയാണ്, പുതിയ തലമുറയിലുള്ളവർ ഇങ്ങനെയാണ് എന്നുള്ള ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ വ്യൂ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. പണ്ട് കാലത്ത് ഇതുപോലുള്ള സിനിമകളും പാട്ടുകളും ലിറിക്സുകളും ഉണ്ടായിരുന്നു. അന്ന് അതിനോട് നേരെ കൗണ്ടർ പാർട്ടായിട്ട് ആർട്ടിസ്റ്റിക് വാല്യൂസ് ഉള്ള ലിറിക്സും വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ആർട്ടിസ്റ്റിക് വാല്യൂസ് ഉള്ള സിനിമകളും അതിനനുസരിച്ചുള്ള സോങ്സിലുള്ള ലിറിക്സുകളും വരുന്നുണ്ട് എന്നുള്ളത് കൂടെ ആണ്. അതിൽ ഒരു കാര്യം പറയാനുള്ളത്, അതേ സിനിമയിൽ തന്നെ വേറൊരു പാട്ടും വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ പുതിയ തലമുറയെ പഴയ തലമുറ പഴിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പഴയ തലമുറയോട് പുതിയ തലമുറയ്ക്ക് പറയാനുള്ള ഒരു പാട്ട് അതേ സിനിമയിൽ തന്നെയുണ്ട്, ജാട എന്ന് പറയുന്നത്. അതാണ് പഴയ തലമുറയ്ക്കുള്ള മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്വാധീനത്തിൻ്റെ ഒരു കാര്യം, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ പെങ്ങളുടെ കുട്ടി മൈസൂർ പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ വന്ന സമയത്ത് അവൻ പറഞ്ഞു അവൻ അലുവ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവിടെ ഒരു രംഗണ്ണൻ ഉണ്ട് അത്രേ, അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് രംഗണ്ണൻ? ലോക്കൽ സപ്പോർട്ടിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ സിനിമയിലൂടെ കിട്ടുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതിന് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഈ സിനിമ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, വലിയൊരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അപ്പം ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അതുകൊണ്ട് തന്നെ ഒരു സീരീസിലൊരു ഡയലോഗാണ്, ഗ്രീറ്റ് പവർ കംസ് ഫ്രം ഗ്രീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയാൽ നല്ലതാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യാതെ നോർമലൈസ് ചെയ്യാതെ പറഞ്ഞു വെച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് അതിൽ എനിക്ക് അഭിപ്രായം. നേരത്തെ പറഞ്ഞൊരു ചെറിയ ക്ലാരിറ്റി, പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ വാക്കിൽ തന്നെ ഉണ്ട്. പഴയ കാലത്തും അത്തരത്തിലുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ ആർട്ട്പരമായി തന്നെ നേരിട്ടു. അതായത് അന്ന് അങ്ങനെയായിരുന്നു. പഴയതുണ്ടെങ്കിൽ അതിനെ കലയെ കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും കാണുന്ന പാട്ടുകൾ അല്ലെങ്കിൽ രംഗങ്ങൾ അത് ജീവിതത്തിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതങ്ങനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആ തലമുറയോടാണ് ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം. ഈ വിഷയത്തിൽ വരുമ്പം പാട്ടുകൾ 2 സൈഡിലും ഉണ്ട്. ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോങ്ങുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം സോങ്ങുകൾ എന്ന രീതിയിൽ അത് എടുക്കുകയാണെങ്കിൽ ആ കൺഫ്യൂഷൻ മാറി കിട്ടും. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഭൂരിഭാഗം കുറച്ചുകൂടെ പോസിറ്റീവ് മെസ്സേജ് വരുന്ന സോങ്ങുകളായിരുന്നു എന്നതാണ് ആ വ്യത്യാസം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടൊരു പക്ഷെ ഇറങ്ങിയിരുന്ന സിനിമകളിൽ പോസിറ്റീവ് മെസ്സേജസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് ഇറങ്ങുന്ന സിനിമകൾ നമ്മളെ എന്റർടൈൻ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഏത് രീതിയിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാം ഇറക്കുന്നു. അതിൽ വയലൻസ് ആവാം, ഫൈറ്റ് ആവാം, കോമഡി ആവാം, സസ്പെൻസ് ആവാം, ഹൊറർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നമ്മൾ ആ സിനിമയെ എങ്ങനെ എടുക്കുന്നു എന്നതിലൂടെയാണ് സന്ദേശം ഉണ്ടാവുക. എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു സിനിമയും ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെയും സന്ദേശം കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുക, നമ്മൾക്ക് പണം ഉണ്ടാക്കണം, ഈ ഒരു ഉദ്ദേശം മാത്രമേ സിനിമയ്ക്ക് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു പക്ഷേ സിനിമയുടെ മെസ്സേജ് എന്താണെന്നും
മനസ്സിലാക്കാൻ പക്വമായ ഒരു തലമുറയല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവിടെ കാണുന്ന നെഗറ്റീവ്സിനെയൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ ഒരു മെസ്സേജായിട്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടെ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. സിനിമ ഓൾവേസ് പോസിറ്റീവ് മെസ്സേജ് തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ഒരേ സമയം നെഗറ്റീവും അതേ സമയം തന്നെ പോസിറ്റീവ്സ് മാത്രമേ സിനിമ കൊണ്ടുവരാൻ പറ്റൂ. കാരണം റിയാലിറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരും പോസിറ്റീവ് അല്ലല്ലോ. എല്ലാ മനുഷ്യരും അവനവൻ്റെ ജീവിതത്തിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജ് പോസിറ്റീവ് അല്ല. പിന്നെ സിനിമ മാത്രം എങ്ങനെയാണ് ഇൻസ്പയർഡ് ആവുന്നത്? കാരണം ഓരോ മനുഷ്യരെ, നമ്മുടെ വ്യക്തികളെ നോക്കുമ്പോഴും അവരെല്ലായ്പ്പോഴും പോസിറ്റീവ് അല്ല. അപ്പോൾ അത് ഒരു കാര്യം മാത്രം പോസിറ്റീവ് കൊണ്ടുവരണമെന്നില്ല. നെഗറ്റീവും ആക്സെപ്റ്റ് ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ തലമുറേൻ്റെ ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള മെസ്സേജുകൾ സിനിമ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്കൊരു ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ല. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിനിമ കാണുക, അത് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുക, അവിടെ തീർക്കുക എന്നാണ് പറഞ്ഞത്. അത്രയിലേക്ക് നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിച്ചാൽ ഈ വലിയ ഇമിറ്റേഷൻസിന്റെ പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമകളെന്നും ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തപ്പോൾ സിനിമയുടെ എല്ലാവരും സിനിമ കാണുന്നത് അല്ലെങ്കിൽ സിനിമ ചർച്ച ചെയ്യുന്നത് പല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കൂടുതൽ ഈ സിനിമയെ പറ്റി അറിയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളുടെ ഇടയിലുണ്ടാവും. അപ്പോൾ ഈ ചർച്ചയെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയെപ്പറ്റി നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് ഓരോ ചോദ്യമായിക്കൊണ്ട് ഞങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി നമ്മുടെ സാറ് ഗസ്റ്റ് പറയുന്നതായിരിക്കും. മേക്കപ്പ്, VFX, എഡിറ്റിംഗ്, ഈ 3 ഘടകങ്ങൾ റിയാലിറ്റി എത്രത്തോളം മാറി മറിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. മേക്കപ്പ്, VFX, എഡിറ്റിംഗ്. മേക്കപ്പ്, VFX, എഡിറ്റിംഗ്, ഈ 3 ഘടകങ്ങൾ ഈ റിയാലിറ്റി എന്ന സംഭവത്തെ ഏതൊക്കെ തരത്തിൽ മാറ്റി മറിക്കുന്നു? മേക്കപ്പ്, റിയാലിറ്റി, എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ സിനിമകൾ പലതരത്തിലുള്ള സിനിമകളുണ്ട്. അപ്പോൾ അതിൽ റിയാലിറ്റി ആയിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിനിമകൾക്ക് ഇപ്പം സയൻറ്റിഫിക് ഫിക്ഷൻ സിനിമകളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഹൊറർ സിനിമകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ റിയാലിറ്റി ആയിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ഇല്ല എന്ന് പറയാം. പക്ഷേ ചില എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം ഇപ്പം പല സിനിമകളിലും ആവശ്യമില്ലാത്ത രീതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ വീട്ടമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടർ മീന ചെയ്തിട്ടുള്ളത് ഒരു കുറച്ചുകൂടി അത് ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. അത്രയും മേക്കപ്പ് ആവശ്യമായിട്ട് വന്നിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്ടർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ മറുപടി അവരുടെ കംഫർട്ട് അതാണ് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ അത് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ കണക്ഷൻ ഇല്ല എന്ന് പറയാം. ചില സാഹചര്യത്തിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയാം. അത് കൂടുതലും കണക്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസിനെയാണ്. ഇപ്പൊ നിങ്ങൾ തിയേറ്ററിൽ പൈസ കൊടുത്ത് പോയിരുന്ന സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ടല്ലേ റിവ്യൂ ചെയ്യുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു വീട്ടമ്മയ്ക്ക് അത്ര മേക്കപ്പ് വേണ്ട, പക്ഷെ കായംകുളം കൊച്ചുണ്ണി ഭയങ്കര ഹീറോ സ്റ്റൈലിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? സോ നമ്മൾ എങ്ങനെ അതിനെ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അതിനെ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നത്. എൻ്റെ പേര് തേജ, ഞാൻ D2 മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സിനിമ കണ്ടിട്ട് ചിലർ യഥാർത്ഥ ജീവിതത്തിൽ മറക്കുന്നുണ്ട്. അതിന്റെ മറുപടിയാണ് തൊട്ട് മുന്നേ ഫസാന മിസ് പറഞ്ഞതും. അതായത് ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ നിങ്ങൾ കാണൂ, എന്റർടൈൻ ആവൂ, അത് കഴിഞ്ഞ് നിങ്ങൾ അത് വിട്ടു പോകൂ. പക്ഷെ ഞാനും നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് സിനിമ കാണുന്ന പലരും ആ സിനിമയിൽ എന്താണ് എന്നതിനെ ഉൾക്കൊള്ളാൻ മാത്രം പക്വമാണോ, അത്രയും മെച്യൂർഡ് ആണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. കാരണം ആ സിനിമ മിസ് പറഞ്ഞ പോലെ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് തന്നെ തരണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. കല എന്ന് പറയുന്ന ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പോൾ ഒരു സിനിമ ഇറക്കിയ വ്യക്തി അയാളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഒരു സിനിമ ഇറക്കി, നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് എന്റർടൈൻ ചെയ്യുക. നിങ്ങളെ അത് എന്റർടൈൻ ചെയ്യിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാം. അല്ലാതെ അതിൽ നിന്നും ഒരു മെസ്സേജ് ഇനി ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്
ഒരു തരത്തിൽ അത് പ്രേക്ഷകരുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ കണക്കാക്കൂ. ഒരു നല്ല ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ആസ്വദിക്കുന്നവരാണ്, അല്ലാതെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരല്ല. അതുകൊണ്ടാണ് സിനിമ ഇത്തരം മാർക്കോ അല്ലെങ്കിൽ ആവേശം പോലുള്ള സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതുപോലെ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. സിനിമ യാഥാർത്ഥ്യത്തെ മറക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണോ ചോദ്യം? യഥാർത്ഥത്തെ മറക്കുന്നുണ്ടോ? റിയാലിറ്റിയിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇപ്പം പല ആളുകളും പല രീതിയിലാണ് സിനിമ കാണുന്നത്. ചില ആളുകൾക്ക് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചില ആളുകൾ റിയാലിറ്റിയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം. ചിലപ്പോൾ വൈകുന്നേരം വരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആളുകൾ സിനിമ കാണാറുണ്ട്, ഒരു 2 മണിക്കൂർ ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് ഓക്കെ. ഇപ്പം മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു സിനിമ പോലുള്ള മാധ്യമങ്ങളിലൂടെ അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തെറ്റായ സ്വാധീനം ചെലുത്തുന്നതിൽ ആ ഒരു അർത്ഥത്തിലാണ് ചോദ്യം ചോദിച്ചത് എങ്കിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ആളുകൾക്ക് മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. സാർ അതിലൊരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ മിന്നൽ മുരളി വന്നപ്പോൾ നമ്മളൊക്കെ കൈയടിച്ചു വരാം, അതല്ലെങ്കിൽ പണ്ട് സൂപ്പർമാനും സ്പൈഡർമാനും വന്നപ്പോൾ നമ്മൾ കൈയടിച്ചു വരാം. കാരണം അങ്ങനത്തെ മൂവീസ് കാണാനും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം പണ്ട് ഞാൻ പറഞ്ഞില്ല, അതിശയൻ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ട് നമ്മൾ അന്ന് കണ്ട് കൈയടിച്ചതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ നമുക്കത് കോമഡിയാണ്. പക്ഷേ അതേ സമയം തന്നെ നമ്മൾ സൂപ്പർമാനും സ്പൈഡർമാനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി കൈയടിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇതാ മിന്നൽ മുരളി വന്ന് നമ്മൾ കൈയടിച്ചു വരാം. അപ്പോൾ റിയാലിറ്റി നമ്മൾ എങ്ങനെ കാണുന്നു, ഒരു മൂവി നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളത് റിയാലിറ്റിയിൽ നിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. നമസ്കാരം, എൻ്റെ പേര് നന്ദു എന്നാണ്. ഞാൻ 3rd ഇയർ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ സാമൂഹികമായിട്ടുള്ള പല സമീപനങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു. എന്തുകൊണ്ടായിരിക്കും സിനിമ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് ആൾക്കാർ സ്വീകരിക്കുന്നത്? കാരണം കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇതിനെ കൂടുതൽ, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ സ്വീകരിക്കുന്നത്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കുന്നത്? ആ ലാംഗ്വേജിൽ തെറിയാണ് പഠിക്കുക. അപ്പോൾ അതുപോലെ എല്ലായിടത്തും നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവുക എന്നുള്ളത് അത് സിനിമയുടെ ഒരു ബേസിക് സ്വഭാവമല്ല, അത് മനുഷ്യൻ്റെ ബേസിക് സ്വഭാവമാണ്. പിന്നെ ആഫ്റ്റർ ഓൾ സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ഒരു വലിയ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു വലിയ ബിസിനസ്സാണിത്. അപ്പം ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻസ് അനുസരിച്ച് സിനിമകളുടെ സ്വഭാവം മാറും, അതിനനുസരിച്ച് വരുന്ന അവരുടെ വിജയപരാജയങ്ങൾ മാറും. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സിനിമ ഒരു അൾട്ടിമേറ്റ് ബിസിനസ്സാണ്. അപ്പം അതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനാണ് കൂടുതലും ക്രിയേറ്റേഴ്സ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലുള്ള എൻ്റെ ഒരു ഉത്തരം ഇങ്ങനെയാണ്. തെറ്റായ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ അധികവും കാണുന്നത് ഈ തെറ്റായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുമാത്രമേ വാർത്തയാക്കപ്പെടുന്നുള്ളൂ, അതുമാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പം ദൃശ്യം മോഡൽ കൊലപാതകം നടക്കുമ്പോൾ അത് പത്രത്തിൽ വരും, നമ്മൾ അറിയും. പക്ഷേ ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചില സിനിമകൾ കണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുണ്ടാവും, ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും, അപ്രോച്ച് മാറിയിട്ടുണ്ടാവും. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മറ്റേത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അത് കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് ലവ് എന്ന് പറയുന്ന ഒരു സിനിമ, ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച സിനിമ. ആ സിനിമ വിചാരിച്ചത്ര ഫെയിം ആയില്ല, അത്ര റീച്ച് കിട്ടിയില്ല. പക്ഷെ ആ സിനിമ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് അത്ര അധികം അനലൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. കാരണം ആ സിനിമയിൽ ഷൈൻ ടോം ചാക്കോവിനെ വെച്ചുകൊണ്ട് തന്നെ പല ക്യാരക്ടർ വന്നു പോകുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് അവരെല്ലാം പല പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കത് കുത്തിയിരുന്ന് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി, നമുക്ക് അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ വിട്ടു കളഞ്ഞു. അതുകൊണ്ടാണ് ആ സിനിമ ആക്ച്വലി ഫ്ലോപ്പ് ആയത്. പക്ഷെ ആ സിനിമ ശരിക്കും നല്ല അടിപൊളി സിനിമയായിരുന്നു. അപ്പം ഇങ്ങനെ അനലൈസ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് തന്നെ വളരെയധികം ബാക്ക് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് പോസിറ്റീവിനെ സ്വാധീനിക്കുന്നത് കുറയുന്നതിനൊരു കാരണമുണ്ട്. പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ട് മുതൽ തന്നെ മനുഷ്യന് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണോ അത് പൊട്ടിച്ചെറിയാനാണ് ഏറ്റവും കൂടുതൽ ത്വര ഉണ്ടാവുക. ഇപ്പം നമ്മൾക്ക് ഫ്രീഡം വേണമെന്ന് തോന്നിയത്
ഉണ്ടായത് പല കാര്യങ്ങളിലും നമ്മുടെ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ്. അപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ ഒരാളെ കൊല്ലുന്നതും തല്ലുന്നതും ഒക്കെ കാണുമ്പം അത് റെസ്ട്രിക്റ്റഡ് ആണ് സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ. അപ്പം സ്വാഭാവികമായും അതൊന്ന് ചെയ്തു നോക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂടെ ആയിരിക്കാം നെഗറ്റീവായി വരുന്നതിനെ കൂടുതലധികം മനുഷ്യരിലേക്ക് സ്വാധീനിക്കുന്നത്. മാം, അതിലൊരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും ചുരുളി എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടാവും. അതിൽ ചുരുളി മൂവിത്തെ തെറികളല്ലാണ്ട് ചുരുളി മൂവിയുടെ കഥ ആരെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് അനലൈസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എന്താണ് ചുരുളി മൂവി കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് കാണുക, അതിലെന്താ പറയുന്നത് കേൾക്കുക, ചിരിക്കുക പോവുക. അല്ലാണ്ട് ഒരിക്കലും ചുരുളി എന്ന് പറഞ്ഞ മൂവിക്ക് എന്താണ് കഥ, എന്തുകൊണ്ട് അത് അങ്ങനെ ചിത്രീകരിച്ചു, ഒരിക്കലും നമ്മളെ ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ മൂവി എങ്ങനെ കാണുന്നു അതാണ് നമ്മുടെ ആശയം. ഇതോടുകൂടി വെല്ലം പോഡ്കാസ്റ്റിൻ്റെ സിനിമ വേഴ്സസ് റിയാലിറ്റി എന്ന ചർച്ച ഇതോടുകൂടി ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്.